പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത, ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നത്, ഇനി എന്ത് ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, ഈ വായിച്ച വാക്യത്തിനകത്ത് ഒരാഴമുണ്ട്. ഇസ്രായേലിന്റെ രാജാവായ യഹോശഫാത്തും കൂട്ടരും പറയുന്ന വാക്യമാണ്. അവരുടെ ജീവിതത്തിൽ അവരോട് എതിർക്കുവാൻ ഇതാ 3 രാജ്യങ്ങൾ ഒരുമിച്ച് അവർക്ക് നേരെ യുദ്ധത്തിന് വരികയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ ശേഷം മോബാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂനിൽ ചിലരും യഹോശഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. എന്നെ കേൾക്കുന്നവരെ, ഇതാ 3 രാജ്യങ്ങൾ യഹോശഫാത്തിന് നേരെ ഒരുമിച്ച് യുദ്ധത്തിന് വരികയാണ്. ഇനി അവർക്ക് മുമ്പിൽ നോക്കിയാൽ പ്രതീക്ഷകളില്ല. കാരണം യഹോശഫാത്തിന്റെ ചെറിയൊരു സൈന്യമായി ഈ 3 രാജ്യത്തെ എതിർക്കാൻ അവർക്ക് ബലമില്ല. ആ നിലയിൽ നിൽക്കുമ്പോൾ യഹോശഫാത്തും ജനവും ഒരുമിച്ച് ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന വാക്യമാണ് നമ്മൾ കുറിവാക്യമായി ചിന്തിച്ചത്. 12-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾക്ക് നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നതുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ ഭൂമിയിൽ ഒരു 50-60 വർഷം ജീവിക്കുന്ന ഓരോ വ്യക്തികളോട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിനകത്ത് പല സമയങ്ങളിലും അവർ ഇതേപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും. പൈസ ഉള്ളവർ, പൈസ ഇല്ലാത്തവർ, വിവിധ നിലകളിൽ വഴികൾ അടഞ്ഞ് വിവിധ നിലകളിൽ ഭാരപ്പെട്ടുകൊണ്ട് ഓരോ ജീവിതങ്ങളിലും വലിയൊരു ചോദ്യം പോലെ, ഇനി ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യും, ഇനി എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരും. എന്നെ കേൾക്കുന്നവരെ, ഈ ചോദ്യം വരുന്ന സമയങ്ങളിലെല്ലാം ലോകപ്രകാരമുള്ളവൻ ജീവിതം അവസാനിപ്പിക്കുവാൻ നോക്കും. വഴിയെല്ലാം അടയുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം വരുന്നത്. ആ നിലയിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, എല്ലാ വഴികളും അടഞ്ഞാലും സത്യവേദ പുസ്തകം, വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഇന്നും യേശു ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, യേശു എന്നോട് നിങ്ങളോടും പറയുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് മനസ്സിലാകേണ്ടതിനു വേണ്ടി വെളിപ്പാട് പുസ്തകം ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് റോമൻ അധികാരം അല്ലെങ്കിൽ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ അവസാനിപ്പിക്കേണ്ടതിന് വേണ്ടി പത്മോസിലേക്ക് വലിച്ചെറിയുകയാണ്. ആ കടലിലിടുക്കിൽ കിടന്ന യോഹന്നാൻ അവസാനിക്കുമെന്ന് ലോകം പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് യോഹന്നാനോടൊന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഈ ലോകത്തിലെ എല്ലാ വഴികളും അടഞ്ഞാലും ആ പാതപിടം എൻ്റെ ആശ്രയമാണ്. ഇതാ യോഹന്നാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ആ പത്മോസ് ദ്വീപിൽ യോഹന്നാനെ സഹായിക്കാൻ ഒരു മാനുഷിക കരമില്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞതുപോലെയാണ്.
അവിടുത്തെ ഇഴജന്തുക്കളും തന്നോടടുക്കുന്ന കഴുകന്മാരും തന്നെ കൊത്തിപ്പറിക്കുവാനായിട്ട് അടുക്കുമ്പോൾ ഇതാ എല്ലാ വഴികളും അടഞ്ഞതുപോലെ തോന്നുന്ന അനുഭവത്തിൽ യോഹന്നാൻ പറയുന്നു, ആ പാദപീഠത്തിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ എന്നോട് സംസാരിച്ച ഒരു ദൈവശബ്ദം. ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന അനേകരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും തീർന്നാലും ദൈവശബ്ദം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ, ഒഴിഞ്ഞ പത്രോസിന്റെ പടകിനെ നിറച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ നൈനിലെ വിധവയെ ശ്രദ്ധിക്കണം. അവൾ പട്ടണവാതിൽ കൂടെ അടുക്കുമ്പോൾ അവളുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവളുടെ ഏക മകൻ മരിച്ചുപോയി. അവളുടെ ജീവിതത്തിനകത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ അവൾ കരഞ്ഞു നിലവിളിച്ച് മുമ്പോട്ട് വരുമ്പോൾ യേശു അടുക്കൽ വന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി നീ കരയണ്ട. എന്നിട്ട് ആ ശവമഞ്ചത്തിൽ യേശു സ്പർശിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അവളുടെ വിലാപത്തെ നൃത്തമാക്കിക്കൊണ്ട് അവളുടെ മകനെ യേശു മടക്കി കൊടുക്കുകയാണ്. ഈ ലോകം നിന്നെ നോക്കി, സാഹചര്യങ്ങൾ നിന്നെ നോക്കി ഇനി എന്ത് ചെയ്യണമെന്നുള്ള വലിയ ചോദ്യത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു തിരിവ് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കും. നിങ്ങൾ നോക്കണം, മോശ ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ വളർന്നു. കൊട്ടാരത്തിൻ്റെ നന്മകൾ കണ്ട മനുഷ്യനാണ്. പിന്നത്തെ 40 വർഷത്തിൽ അമ്മായിയപ്പൻ്റെ ആടുകളുമായി ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ തീ കത്തി നിൽക്കുന്നത് കണ്ടു. മോശയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വഴിത്തിരിവിൻ്റെ സമയം വരാൻ പോവുകയാണ്. നിങ്ങൾ മുമ്പോട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ടേണിങ് വരാൻ പോകുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്ന അനുഭവത്തിനകത്ത് പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഹല്ലേലൂയ തിമായുടെ മകനായ ബർത്തിമായ നിങ്ങൾ നോക്കിയാൽ ഹല്ലേലൂയ അവൻ യാചകനായി തന്നെ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവൻ ഇരിക്കുന്ന വഴിത്താരയിലൂടെ ഇതാ മുമ്പോട്ട് കടന്നു പോവുകയാണ്. അവൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. സാഹചര്യങ്ങളും മനുഷ്യനും അവൻ്റെ വഴി അടയ്ക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ നിലവിളി യേശുവിനെ നിർത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ എൻ്റെ കർത്താവ് നിരസിക്കത്തില്ല. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ജീവിതത്തിനകത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നമ്മളെ ആശ്രയം കർത്താവാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ വാക്യത്തിലേക്ക് വരാം. ഈ പ്രഭാത സന്ദേശത്തിൽ ഇന്ന് വഴിയെല്ലാം അടഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു വഴിത്തിരിവിൻ്റെ പദം ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്. യഹോശാഫാത്തും തൻ്റെ കൂടെ നിൽക്കുന്നവരും പറയുന്ന പദമാണ്, ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ അടുത്ത പദം ശ്രദ്ധിച്ചാട്ടെ. ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാൽ ഇനി ഒരു വഴിയില്ലെന്ന് വൈദ്യശാസ്ത്രം, കുടുംബവും നിങ്ങളുടെ ജോലി സ്ഥലവും എല്ലാം നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കർത്താവിലേക്കൊന്ന് തിരിയാൻ പറ്റുന്നവരുണ്ടോ? കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റുന്നവരുണ്ടോ? ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ, കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആശ്രയിക്കുകയാണ്. ഒറ്റ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യത്തിനകത്തൊന്ന് ആശ്രയിച്ചാട്ടെ. ഇന്ന് ഈ മിനിറ്റ് മുതൽ എല്ലാം അവസാനിച്ചെന്ന് പറയുന്ന, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നവർ നമുക്കൊന്ന് ആശ്രയിക്കാം. കർത്താവേ, അങ്ങ് ജീവിക്കുന്നവനാണ്, അങ്ങ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ പാതപീഠത്തിലേക്ക് വരും. ഒന്ന് കണ്ണുകൾ അടച്ചേ. നമ്മുടെ എല്ലാ വഴികളും ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ചലിക്കാൻ പോവുകയാണ്. ഇതൊരു മാനസാന്തരത്തിൻ്റെ സമയമാണ്, ഇതൊരു ഏറ്റുപറച്ചിൻ്റെ സമയമാണ്, ഇത് ദൈവത്തെ ആശ്രയിക്കുന്ന സമയമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി, ഞങ്ങളുടെ കരം ചലിക്കുന്നതിനായി, ഞങ്ങളുടെ വിശുദ്ധ കരം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നീട്ടണമേ. ദൈവ പ്രവർത്തിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ ലിങ്കുകൾ നിങ്ങൾ കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർക്കുന്നു. നിങ്ങളുടെ ഒരു ഷെയർ ആയിരിക്കും അനേകരുടെ വിടുതലായി തീരുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. ഈ കാണുന്ന 8111
വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള നമ്പറാണ്. 9072 വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ തന്നെ റിപ്ലൈ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നമുക്ക് പലയിടങ്ങളിലും സ്പെഷ്യൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കും നേരിട്ട് കടന്നു വരാൻ പറ്റുമെങ്കിൽ വരണമേ. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. കടന്നു